മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ 2025 മെയ് 18 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായും പത്തനംതിട്ട ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനൂസ് മെത്രാപ്പൊലീത്തായും ശുശ്രൂഷയിൽ സംബന്ധിച്ചു. തുടർന്ന് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായും അഭിമന്യ സാമുവൽ മാർ ഐറേനൂസ് മെത്രാപ്പൊലീത്തായും പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയെ സന്ദർശിക്കുകയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്തു. തെക്കേ അമേരിക്കയിൽ നിന്ന് ആഗോള കത്തോലിക്ക സഭയുടെ അമരത്തെത്തുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ. ചിക്കാഗോയിൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള 69-കാരനായ മാർപ്പാപ്പ മിഷണറി ജീവിതത്തിന്റെ ഭൂരിഭാഗവും പെറുവിലാണ് ചെലവഴിച്ചത്. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ പ്രിയർ ജനറലായി സേവനമനുഷ്ഠിച്ച പാപ്പ 2023 കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. തുടർന്ന് 2025 മെത്രാൻമാരുടെ പ്രീഫെക്റ്റായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ഹൂദോത്തോ 12ാം ബാച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ വൈദികർക്കായി നടത്തപ്പെടുന്ന ഓൺഗോയിങ് പ്രീസ്ലി ഫോർമേഷൻ ഹൂദോത്തോയുടെ 12ാം ബാച്ച് മെയ് 19 മുതൽ 22 വരെ തിരുവനന്തപുരം വേറ്റനാട് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഫോർമേഷൻ കമ്മിറ്റി കോർഡിനേറ്റർ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയും മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂർണ്ണത്തിൽ സന്ദേശം നൽകുകയും ചെയ്തു. മെയ് 22 മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഖബർ ചാപ്പലിൽ വൈദികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഖബർ ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. സഭയിലെ 62 വൈദികർ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഫാദർ തോമസ് മടുക്കുമൂട്ടിൽ, ഫാദർ തോമസ് മുകളുംപുറത്ത്, ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ബെഥനി നവജീവൻ പ്രൊവിൻസ് ജൂബിലി സമാപിച്ചു. ബെഥനി മിശിഹാനുകരണ സന്യാസ സമൂഹം നവജീവൻ പ്രൊവിൻസിന്റെ ജൂബിലി മെയ് 20, 21 എന്നീ തീയതികളിൽ തിരുവനന്തപുരം നാലാഞ്ചിറ നവജീവൻ പ്രൊവിൻസിൽ വെച്ച് നടത്തപ്പെട്ടു. മെയ് 20 നാലാഞ്ചിറ പ്രൊവിൻഷ്യൽ ഹാളിൽ വെച്ച് പ്രാർത്ഥനാ സംഗമവും തുടർന്ന് മെഴുകുതിരി പ്രദക്ഷിണവും നടത്തപ്പെട്ടു. 21 പ്രൊവിൻഷ്യൽ ആശ്രമ ചാപ്പലിൽ വെച്ച് മാവേലിക്കര ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിലും മറ്റു പിതാക്കന്മാരുടെയും ബെഥനി സന്യാസ സമൂഹം സുപ്പീരിയർ ജനറൽ ഫാദർ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ OIC, നവജീവൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ഡോക്ടർ സിറിലാനന്ദ് OIC, നവജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോർജ് അയ്യനേത്ത് OIC, മറ്റു വൈദികർ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും സമൂഹ ബലി അർപ്പിച്ചു. തുടർന്ന് മാർ യുവാനിയോസ് നഗറിലെ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 2000-ലാണ് ബെഥനി മിശിഹാനുകരണ സന്യാസ സമൂഹം നവജീവൻ, നവജ്യോതി എന്നീ പ്രൊവിൻസുകളായി തിരിഞ്ഞത്. കൂദാശ ചെയ്തു. തിരുവനന്തപുരം മേജറതി ഭദ്രാസനത്തിലെ അഞ്ചൽ വൈദിക ജില്ലയിലെ മാർ ഗ്രിഗോറിയോസ് ക്യാമ്പസിൽ പുതുതായി പണികഴിപ്പിക്കപ്പെട്ട അജപാലന വൈദിക മന്ദിരമായ ശാലോം ഭവന്റെ കൂദാശ മെയ് 22 മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും തിരുവനന്തപുരം മേജറതി ഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പായുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ യുവാനിയോസ് തിരുമേനിയോടും ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടുമൊപ്പം ദീർഘകാലം ഈ പ്രദേശത്ത് ശുശ്രൂഷ നിർവഹിച്ച വന്യ ഫാദർ അലക്സാണ്ടർ വലിയവീട്ടിൽ കോർ എപ്പിസ്കോപ്പായുടെ സ്മരണയ്ക്കായാണ് ഈ കെട്ടിടം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഈ മന്ദിരത്തിൽ പണികഴിപ്പിക്കപ്പെട്ട ചാപ്പൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിന്റെ നാമത്തിലും കൂദാശ ചെയ്യപ്പെട്ടു. മേജറതി ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. തിരുവനന്തപുരം മേജറതി ഭദ്രാസനത്തിലെ കൊട്ടാരക്കര വൈദിക ജില്ലയിലെ ചിറട്ടക്കോണം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ മെയ് 23 മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും തിരുവനന്തപുരം മേജറതി ഭദ്രാസന സഹായമെത്രാൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പായുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ രാമഞ്ചിറ സെന്റ് പോൾസ് ദേവാലയത്തിന്റെ കൂദാശ
മെയ് 17 അഭിവന്യ യൂഹാനന്മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും തിരുവനന്തപുരം മേജർ ഭദ്രാസന സഹായമെത്രാൻ അഭിവന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് എപ്പിസ്കോപ്പ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. ബത്തേരി ഭദ്രാസനത്തിലെ മൂത്തേടം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂദാശ മെയ് 19 ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. സന്യാസ പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെട്ടു. ശതാബ്ദി നിറവിലായിരിക്കുന്ന ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹത്തിലെ നവവ്രതസ്ഥരുടെയും നിത്യവ്രതസ്ഥരുടെയും സന്യാസ പ്രതിഷ്ഠകർമ്മം മെയ് 17 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം, തിരുവല്ല, പത്തനംതിട്ട, മൂവാറ്റുപുഴ എന്നീ പ്രൊവിൻസുകളിൽ നിന്ന് 8 നവശിഷ്യകൾ ആദ്യവ്രത വാഗ്ദാനവും, തിരുവനന്തപുരം, തിരുവല്ല, മൂവാറ്റുപുഴ എന്നീ പ്രൊവിൻസുകളിൽ നിന്ന് 6 ജൂനിയർ സിസ്റ്റേഴ്സ് നിത്യവ്രത വാഗ്ദാനവും നടത്തി. ശുശ്രൂഷകൾ തിരുവല്ലാധിപദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കോർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും കസാഖിസ്ഥാനിലെ നുൻഷിയോ അഭിവന്യ മാർ ജോർജ് പനന്തുണ്ടിൽ പിതാവ്, മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്ത, കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് മദർ സാന്ദ്ര, മദർ ജോബ്സി, മദർ തമീം, മദർ ജോസ്ന എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെന്റ് ജോസഫ് പ്രൊവിൻസിലെ സിസ്റ്റർ ഹന്ന DM മെയ് 19 റോമിലെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദി മരിയൻ സ്പിരിച്വാലിറ്റി ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ മിഷണറി കോണ്ടെക്സ്റ്റ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ചൈനയിൽ വെച്ച് നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ പൂത്തൃക്ക സെന്റ് ജെയിംസ് ദേവാലയാംഗമായ മിസ് നോളി സണ്ണി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം പാറശാല വെണ്ണിയൂർ പ്രൊവിൻസിലെ സിസ്റ്റർ മേരി DM നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ മെയ് 21 കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നെല്ലിമൂട് മടമ്പക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.